ഹായ്, നമ്മുടെ SSC CGL 2025 എക്സാം വരാനായി നമ്മുടെ ജൂൺ 9th ഈ ഒരു SSC CGL 2025 നോട്ടിഫിക്കേഷൻ വരാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ എക്സാം നടക്കാൻ പോകുന്നത് നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 13 എക്സാം നടക്കാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഇനി വളരെ കുറച്ച് ദിവസമേ ബാക്കിയുള്ളൂ. നമുക്ക് ഓൾമോസ്റ്റ് ഒരു 70 ഡേയ്സ് അടുപ്പിച്ചാണ് നമുക്കിനി പ്രിപ്പറേഷന് വേണ്ടി ബാക്കിയുള്ളൂ. അപ്പോൾ എല്ലാവരും അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് പ്രിപ്പറേഷനിലായിരിക്കും. മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, വീക്കർ ഏരിയാസ് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈം പീരീഡ് കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും അവിടെ ലാസ്റ്റ് സ്റ്റേജ് പ്രിപ്പറേഷനിൽ. അപ്പോൾ നിങ്ങൾക്കറിയാം SSC CGL എന്ന് പറയുന്ന ഒരുപാട് ഡ്രീമാണ്. ഒരു 1 year ഒക്കെ എടുത്ത് വളരെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് ഒരുപാട് പേര് എഴുതുന്ന ഒരു എക്സാമാണ്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൽ തന്നെ ഏറ്റവും ടോപ്പ് ഓർഗനൈസേഷനും ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റിലേക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. യൂണിഫോം പോസ്റ്റുകൾ, വളരെ പവർഫുൾ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, നമ്മുടെ CBI, NIA, ഇൻകം ടാക്സ്, പ്രിവൻറ്റീവ് ഓഫീസർ, കസ്റ്റംസ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ നല്ല പോസ്റ്റുകളും വളരെ നല്ല പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സ് ആണ് ഈ ഒരു എക്സാം വഴി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാംസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ ആണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഏരിയ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നല്ലപോലെ ഒന്ന് അനലൈസ് ചെയ്താൽ, നമ്മുടെ ഈ ലാസ്റ്റ് 2-3 years തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് CGLൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്താൽ പല ചാപ്റ്റേഴ്സിലെയും പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെയധികം റിപ്പീറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് തന്നെ നമ്മുടെ 7-8 ഷിഫ്റ്റുകളിൽ അതേ സെയിം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുമുണ്ട്. ആൻഡ് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ചെയ്യാൻ വേണ്ടി പലരും വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള മെത്തേഡുകളാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ ക്വസ്റ്റ്യൻസിനൊക്കെ തന്നെ വളരെ പെട്ടെന്ന് ആൻസർ എടുക്കാൻ പറ്റുന്ന വളരെ ഷോർട്ട് കട്ട് ആയിട്ടുള്ള, വളരെ സിമ്പിളായിട്ടുള്ള, ലോജിക്കലായിട്ടുള്ള അപ്രോച്ചുകളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റേജിൽ നമുക്ക് ഈ വരുന്ന ജൂൺ 14 8 മണിക്ക് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആവുന്ന പോലത്തെ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്നുള്ള മെത്തേഡ്, ഏറ്റവും മികച്ച കാൽക്കുലേഷൻ മെത്തേഡ്, അപ്രോച്ച് മെത്തേഡ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു Q&A സെഷൻ വെച്ചിട്ടുണ്ട്. ജൂൺ 14 8 മണിക്കാണ് അത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ സ്പെഷ്യലായിട്ട് നിങ്ങളുടെ SSC CGL എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരും അതുപോലെ അതിൻ്റെ തൊട്ട് ബാക്കി വരുന്ന എക്സാംസിന് വേണ്ടിയും ഡെഫിനറ്റ്ലി അത് യൂസ്ഫുൾ ആയിരിക്കും. സോ ആ ഒരു SSCയുടെ ബാക്കിയുള്ള എക്സാംസിന് വേണ്ടിയും പ്രിപ്പയർ ചെയ്യുന്നവർക്കും വേണ്ടിയുള്ള ഒരു സെഷനാണ്. അപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഡെഫിനറ്റ്ലി ഈ ഒരു സെഷൻ ജോയിൻ ചെയ്യുക. ആ ഒരു ക്വസ്റ്റ്യൻസിനെ എങ്ങനെ വളരെ പെട്ടെന്ന് എടുക്കാം എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുക. ഒരു റിവിഷൻ കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയുള്ള കംപ്ലീറ്റ്ലി ഫ്രീ സെഷനാണിത്. നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടി. കംപ്ലീറ്റ്ലി ഫ്രീ രജിസ്ട്രേഷൻ ആണ്. നിങ്ങളത് ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഈ ഒരു സെഷൻ മറക്കാതെ ജൂൺ 14 8 മണിക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്രത്തോളം ആയി ആൻഡ് ആ ക്വസ്റ്റ്യൻസിനെയൊക്കെ തന്നെ ബെറ്റർ ആയിട്ട് എടുക്കാൻ വേറെയും മെത്തേഡ്സ് ഉണ്ടോ, എങ്ങനെ എടുക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി ഈ വരുന്ന CGLനെ ഏറ്റവും നല്ലപോലെ നമുക്ക് ആ ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് തയ്യാറെടുക്കാം. അപ്പോൾ നമുക്ക് ജൂൺ 14 8 മണിക്ക് കാണാം. താങ്ക് യു.